നമ്മൾ നോക്കാൻ പോകുന്നത് 2024 പാരീസ് ഒളിമ്പിക്സ് ആണ്. ഉദ്ഘാടന ചടങ്ങിൽ പതാക ഏന്തിയത് അജാന്ത ശരത് കമാലും PV സിന്ധുവും. അജാന്ത ശരത് കമാലും PV സിന്ധുവാണ്. അതേപോലെ സമാപന ചടങ്ങിൽ പതാക ഏന്തിയതാണ് PR ശ്രീജേഷും മനു ഭാക്കറും. സമാപന ചടങ്ങിൽ പതാക ഏന്തിയതാണ് PR ശ്രീജേഷും മനു ഭാക്കറും. 2024 ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളത് 6 മെഡലുകളാണ്. 1 വെള്ളിയും 5 വെങ്കലമാണ് കിട്ടിയത്. വെള്ളി കിട്ടിയിട്ടുള്ളത് നീരജ് ചോപ്രയ്ക്കാണ് വെള്ളി ലഭിച്ചിട്ടുള്ളത്. നീരജ് ചോപ്ര ഹരിയാന സ്വദേശിയാണ്. അദ്ദേഹം ഫൈനലിൽ ജാവലിൻ ത്രോയുടെ ദൂരം എന്ന് പറയുന്നത് 89.45 മീറ്റർ ആയിരുന്നു. ഫൈനലിൽ ദൂരം എത്രയാണ്? 89.45 മീറ്റർ. ഇനി അടുത്ത് വെങ്കലം കിട്ടിയ ആൾക്കാരെ പരിചയപ്പെടാം. വെങ്കലം കിട്ടിയത് ഒന്നാമത്തത് മനു ഭാക്കറും ഹരിയാന സ്വദേശി തന്നെ. മനു ഭാക്കറും ഹരിയാന സ്വദേശിയാണ്. 10 മീറ്റർ എയർ പിസ്റ്റലിനാണ് വെങ്കലം കിട്ടിയത്. അതായത് 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയിലെ ആദ്യ മെഡൽ നേടിയ വ്യക്തി മനു ഭാക്കറാണ്. ഷൂട്ടിങ്ങിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയും മനു ഭാക്കറാണ്. അപ്പോൾ 2024 പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ മെഡൽ നേടിയതും ഷൂട്ടിങ്ങിൽ മെഡൽ നേടിയതുമായ ആദ്യ ഇന്ത്യൻ വനിത. ശ്രദ്ധിക്കണം, 10 മീറ്റർ എയർ പിസ്റ്റലിനാണ് മനു ഭാക്കറിന് കിട്ടിയിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, മനു ഭാക്കറും സരത് ജോബ് സിംഗ് മിക്സഡ് ഇനത്തിൽ അവർക്ക് വെങ്കലം കിട്ടിയിട്ടുണ്ട്. അതും 10 മീറ്റർ എയർ പിസ്റ്റലിന് തന്നെയാണ്. അപ്പോൾ ഇന്ത്യക്കായി ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യത്തെ മിക്സഡ് ടീമും മനു ഭാക്കറിൻ്റെയും സരത് ജോബ് സിംഗിൻ്റെയും ആണ്. സ്വതന്ത്ര ഇന്ത്യക്കായി ഒരു ഒളിമ്പിക്കിൽ 2 മെഡൽ നേടിയ ആദ്യ താരമാണ് മനു ഭാക്കർ. സ്വതന്ത്ര ഇന്ത്യയിലാണ് ആദ്യമായിട്ട് 2 മെഡൽ നേടുന്ന താരം മനു ഭാക്കർ. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുന്നേ ഒരാൾ കിട്ടിയിട്ടുണ്ട്, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ആരാണ്? നോർമൻ പ്രിച്ചാർഡ്. 1900 ഒളിമ്പിക്സിൽ 200 മീറ്റർ ഹഡിൽസ്, 200 മീറ്റർ ഓട്ടം വെള്ളി ലഭിച്ചിരുന്നു. ഇനി അടുത്തതാണ് സ്വപ്നിൽ കുസാലെ ഒരു മഹാരാഷ്ട്ര സ്വദേശിയാണ്. പുരുഷ വിഭാഗം 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനാണ് വെങ്കലം കിട്ടിയത്. അതായത് പുരുഷ വിഭാഗം 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനാണ് സ്വപ്നിൽ കുസാലയ്ക്ക് വെങ്കലം കിട്ടിയത്. അദ്ദേഹം ഒരു മഹാരാഷ്ട്ര സ്വദേശിയാണ്. അമൻ സെഹ്റാവത്ത് വെങ്കല മെഡൽ നേടിയത് ഫ്രീ സ്റ്റൈൽ ഗുസ്തിക്കാണ്. അതായത് ഇന്ത്യയിൽ ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും അമൻ സെഹ്റാവത്ത്. അടുത്ത പുരുഷ ഹോക്കിയിൽ ഇന്ത്യ സ്പെയിനെയാണ് പരാജയപ്പെടുത്തിയത്. ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റനാണ് ഹർമൻപ്രീത് സിംഗ്. ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റനാണ് ഹർമൻപ്രീത് സിംഗ്. ഇന്ത്യക്കായി ഗോൾ നേടിയതും ഹർമൻപ്രീത് സിംഗ് ആണ്. നമുക്ക് അഭിമാനിക്കാം. മലയാളിയായ PR ശ്രീജേഷും ഈ ടീമിൻ്റെ ഭാഗമായിരുന്നു.